നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സജു സ്ക്രീൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കുറച്ച് വീടിനോടനുബന്ധിച്ചുള്ള ചെറിയ മെയിൻ്റെനൻസ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുക്കാൻ കഴിയാത്തത്. ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു ബിസിനസ്സുണ്ട്. അപ്പോൾ കടയിൽ ഞാൻ വിത്തുകളൊക്കെ അവിടെ വരുന്നവർക്കൊക്കെ സൗജന്യമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് മുളകിൻ്റെ കുരുടിപ്പ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അവരെല്ലാ രീതിയിലും കൃഷികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മുളക് ചെടിയിൽ അത് പരാജയമാണ്. അതുകൊണ്ട് അവരെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടാവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂവെങ്കിലും കർഷകർക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം അവർ ചിലപ്പോൾ കെമിക്കൽ മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ടായിരിക്കാം. ഞാൻ പറയുന്നുണ്ട്, അത് നല്ലതല്ല. നമുക്ക് പല മരുന്നുകളുണ്ട്. നമുക്ക് ഈ കെമിക്കൽ ഈ രാസ മരുന്നുകളെക്കാളും നല്ല രീതിയിലുള്ള ജൈവ രീതിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. അത് മാത്രമല്ല, ന്യൂ ജനറേഷൻ മരുന്നുകളുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞില്ല. ഇതിപ്പോൾ ടക്കുമി എന്നാണ് പേര്. ഇതിപ്പോൾ ഞാനൊരു ബോട്ടിലാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതില്ല ചെറിയ തരികൾ പോലെയുള്ളതാണ്. അപ്പോൾ ഇതാണ്ട് ഇത് ചെറിയ തരികളാണ്, ഇങ്ങനെ മഞ്ഞ കളറുള്ള ചെറിയ ഇളം മഞ്ഞ കളർ. ഇത് തക്കുമി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് 25 ഗ്രാമിന് 200 രൂപയാണ് വില കൂടുതലാണ്. പക്ഷേ ഇത് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം. ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ടിങ്ങനെ അതുപോലെ ഇതിൽ വെച്ചിരുന്ന അത് ചീത്തയായിപ്പോവും. ചെറിയൊരു ഈർപ്പമെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇത് ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെറിയൊരു പഞ്ഞി അങ്ങനെ എടുത്ത് മൂടി വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കുക. അപ്പം നല്ല ഇതായിട്ടിരിക്കും. മറ്റേത് ഈർപ്പമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ചീത്തയാവും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരു തൈ ഈ വിത്ത് നട്ടിട്ട് കിളിർത്ത് വരുന്ന തൈ നമ്മൾ ഇളക്കി നടുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പരാതി പറയുന്ന ഒരുപാട് പേര് പ്രശ്നങ്ങൾ. ഇത് എന്തെങ്കിലും കടിച്ച് അതിൻ്റെ ഇലകളൊക്കെ പുഴുക്കൾ കടിച്ച് തിന്നുക, അധികം നശിപ്പിക്കുക, ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും. ചെറിയ തൈ ആകുമ്പം അതിൻ്റെ 1-2 ഇലകളൊക്കെ പുഴുക്കൾ ആക്രമിക്കുമ്പോഴത്തേക്ക് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ വലിയ മരുന്നുകളോ അങ്ങനെ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത് ന്യൂ ജനറേഷൻ മരുന്നാണ്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു ഒരല്പം മതി, ഒരു നുള്ളു, ചെറുതായിട്ടൊരു നുള്ളു നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് മതി. 1 ലിറ്റർ വെള്ളത്തിന് ഇത്ര ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഇത് വെള്ളത്തിലിടുമ്പോഴേ ഇതങ്ങ് അലിഞ്ഞ് ചേരും. അപ്പോൾ ശകലം വന്ന് ഷേക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ ഈ നട്ടിരിക്കുന്ന ചെറിയ തൈകളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കിളിർത്ത് വരുന്ന തൈയിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ ഈ പുഴുക്കൾ വന്ന് ഇതിൽ കടിക്കുമ്പോൾ ഈ മരുന്ന് അടിച്ചിട്ടുള്ള ചെടിയിൽ വന്ന് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വായ് പൊട്ടും. അതാണ് ഇതിൻ്റെ രീതി. ഇത് വിഷമല്ല. ഇത് യാതൊരു രീതിയിലും പോയിസണോ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു ടെക്നിക്കിലാണ്. അപ്പോൾ അതിൻ്റെ വായ് പൊട്ടുന്നതോടുകൂടി അതിന് പിന്നെ ഭക്ഷണം കഴിക്കാതെ വരികയും അത് അങ്ങനെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വില കൂടിയ വേറെ മരുന്നുകൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പല രീതിയിലും നമ്മൾ ട്രൈ ചെയ്യുന്നു. വീണ്ടും മഴ പെയ്യുന്നു, അതിൻ്റെ ഇതെല്ലാം പോകുന്നു. വീണ്ടും നമ്മൾ ഇപ്പോൾ വലിയ കൃഷിക്കാരെ സംബന്ധിച്ച് പറയുകയാണ്. അപ്പോൾ അവർ പലതും ഇങ്ങനെ ഉപയോഗിക്കും. അത് വീണ്ടും അത് പുഴുക്കൾ വന്ന് കടിക്കുന്നു. വീണ്ടും അതിനെ കവർ ചെയ്ത്, അതായത് അതിനെ ഇപ്പോൾ തന്നെ ഒരു മരുന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പുഴുക്കളാവട്ടെ കീടങ്ങളാവട്ടെ അത് കഴിക്കുമ്പോൾ അതിന് പ്രതിരോധിക്കാനുള്ള ശേഷി അതിന് കിട്ടും. അതുപോലെയാണ് ഈ പുഴുക്കൾക്കും. അപ്പോൾ അത് മറ്റുള്ള മരുന്നുകളെ പ്രതിരോധിച്ച് നിൽക്കും. പിന്നെ അത് ചാവത്തില്ല. പിന്നെ അങ്ങനെ അതിൻ്റെ അടുത്ത തലമുറകൾ വരുമ്പോൾ ആ മരുന്നിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അതിനുണ്ടാവും. അപ്പോൾ അതിനെല്ലാം തടയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മരുന്ന്, ന്യൂ ജനറേഷൻ മരുന്ന്. അപ്പോൾ ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഇതിനെ നിസ്സാരമായി കണക്കാക്കരുത്. ഇത് കൃഷിക്ക് വളരെ ഉപയോഗമാണ്. അപ്പോൾ ഇത് പോയിസണല്ല. അപ്പോൾ ഇത് 2 ടെക്നിക്ക്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ചാരത്തിൻ്റെ, അതായത് ചൂട് ചാരം, അതുപോലെയാണ് ഇതും നമുക്ക് ഉപയോഗിക്കാം. ഇത് യാതൊരു പ്രശ്നവുമില്ല. പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് ഇത് യാതൊരു വിഷം ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുഴുക്കൾക്കെതിരായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണ്. ഇതിപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് തന്നെ 4-5 വർഷമായി. 3 വർഷത്തോളമായി. അപ്പോൾ ഇത് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലായിരിക്കണം. നിങ്ങൾ ആ പാക്കറ്റ് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും.
അപ്പോൾ ഇത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലാക്കിയിട്ട് ഒരു പഞ്ഞി എടുത്ത് അതിൽ മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഇപ്പോൾ ഒരു ചെടിക്ക് ഇപ്പോൾ തൈ ആയിരിക്കുമ്പോഴത്തേക്ക് 1-2 തവണ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ദിവസം ഇടവിട്ട് ഇങ്ങനെ ചെറുതായി സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. കാര്യം പിന്നെ പുഴുക്കളെന്ന് പറയുന്ന സാധനം പിന്നെ വരത്തില്ല. ആ ഒരു ഇത് അങ്ങ് നശിച്ചു പോകും. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നശിച്ചു പോവുക. അതിന് പ്രതിരോധ ശേഷി അതിന് കിട്ടത്തില്ല. അപ്പോൾ അത് കാലങ്ങളോളം നമുക്കത് ഫലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്ന് അങ്ങനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. മറ്റുള്ള മരുന്നുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, പിന്നെ വീണ്ടും മഴ പെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അത് പ്രതിരോധശേഷി കിട്ടും. വീണ്ടും പലരും അതിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ വീണ്ടും ഉപയോഗിക്കുന്നു. അതൊക്കെ വെറും നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കെല്ലാം ചെറിയ ചെറിയ രീതിയിൽ ഇപ്പോൾ കമ്പനിക്കാർ പരസ്യങ്ങൾ പലതും കൊടുക്കും. നിങ്ങളിപ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് നല്ലതാണ്, അത് നല്ലതാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അതിനൊന്നും തല വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അതൊന്നും വലിയ ഫലം ഉള്ളതായിട്ട് എൻ്റെ അറിവിൽ മാത്രമല്ല, നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ കൂടുതൽ. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അവർ വലിയ വ്യാപകമായിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അവരിപ്പോൾ ഒരു മരുന്നിൽ ഇപ്പം 5 മില്ലിയിലോ 1 ലിറ്റർ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അടുത്ത് ചേർക്കുന്നത് 10 ഗ്രാം 10 മില്ലിയിൽ 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കുന്നത്. അങ്ങനെ ഇത് ഡോസ് കൂട്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കാര്യം വെച്ചാൽ അവർക്കത് ഫലമില്ല. ഈ കീടങ്ങൾക്ക് അതിനെ പ്രതിരോധിച്ച് നിൽക്കേണ്ട ശേഷി അതിന് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃഷിക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൽ വലിയ ഇതൊന്നുമില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കും പോലെ ഈ കളച്ചെടികൾ വെച്ചിട്ട് അതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ചാണകം അതുപോലെ ശർക്കര ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ കുറേ നാളൊരു അത് നല്ലൊരു വളമാണ്. അതുപോലെ ഞാൻ ചെയ്യുന്നൊരു വളമാണ് ഈ കടലപ്പിണ്ണാക്കും അതുപോലെ കുറച്ച് വേപ്പ് പിണ്ണാക്കും. അതായത് 4 കിലോ, ഇപ്പോൾ 2 കിലോ കടലപ്പിണ്ണാക്കാണെന്നുകൊണ്ട് 4 കിലോ ചാണകം ചേർക്കുക. അതുപോലെ 1 കിലോ വേപ്പ് പിണ്ണാക്ക് ചേർത്ത് ഒരു 4-5 ദിവസം വെച്ചതിന് ശേഷം അത് ഒരു കപ്പിൽ ഒരു 3 കപ്പ് വെള്ളം 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചാൽ മതി, നല്ല വളർച്ച കിട്ടും. അതുപോലെ ഇടയ്ക്ക് കോഴിവളം ഉപയോഗിക്കും. അത്ര തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. രാസവളങ്ങളോ വേറെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ട് വീട്ടിലൊക്കെ ഉള്ള ജോലി തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ 2-3 വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് വളരെയേറെ ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ള നിങ്ങൾ കമ്പനിക്കാരെയും വേറെ ഒന്നും അവർ പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ കീടങ്ങളെ ചേർത്തുകൊണ്ട് നല്ല കൃഷി ചെയ്യാൻ കഴിയും. നമ്മൾ പ്രത്യേകിച്ച് വീട്ടാവശ്യത്തിനാകുമ്പോൾ വളരെ പരിശുദ്ധമായിട്ടുള്ള രീതിയിൽ യാതൊരു രാസവസ്തുക്കളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്ത് നല്ല ഫലങ്ങൾ. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ കുമ്പളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഷുഗർ പച്ചയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിരുന്നാലും അത് വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് 1-2 പീസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറൊക്കെ വളരെ ലെവലാവും. ഇപ്പോൾ സ്ഥിരമായിട്ട് പണ്ട് നമുക്ക് ഷുഗറിൻ്റെ അസുഖമോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്തത് ഇങ്ങനെയുള്ള നാച്ചുറൽ ഫുഡുകൾ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ കുമ്പളം, ഈ പല അതുപോലെ വെണ്ടകൾ, മുളക്, അതുപോലെ പഴയ പല വാളരിങ്ങ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കായകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങ സുലഭമായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സുകൾ, പച്ചക്കറികൾ ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ തമിഴ്നാട്ടിലോ ഇറക്കുമതി ചെയ്യുന്നതോ മരുന്നടിച്ചിട്ടുള്ളതോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ നമ്മൾ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. വളരെ ചുരുക്കം. ചിലപ്പോൾ അന്നൊന്നും ഇത്രയും വലിയ രൂക്ഷമായിട്ടുള്ള കീട പ്രശ്നങ്ങളൊന്നും അന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ മണ്ടരി, തെങ്ങ് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിൽ മുളകിലും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ വെള്ളീച്ചകൾ പല ചെടികളിലും വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതിനെ പ്രതിരോധിച്ച് ഓരോ കമ്പനികൾ ഓരോ പ്രൊഡക്ഷൻ മരുന്നുകൾ ഇറക്കുന്നു. അതിനെ പ്രതിരോധിച്ചിട്ട് അത് ശക്തിയാർജിച്ചുകൊണ്ട് അത് കൂടുതൽ ചെടികളെ അത് വളരെ ഇതായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയം, അതായത് നമ്മൾ പഴയ നമ്മളെ മുൻ തലമുറക്കാർ ചെയ്തുകൊണ്ടിരുന്ന രീതികൾ നമ്മൾ അവലംബിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ
ഭൂമിയെയും കൃഷിയെയും നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയെയും എല്ലാം നമുക്ക് നല്ല പ്യുവറായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങളുടെ സബ്സ്ക്രൈബ് കൂട്ടിയിട്ട് എനിക്കൊരു വരുമാനം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എൻ്റെ കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ 1-2 പേർക്ക് കുറച്ച് പേർക്ക് നമുക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കാം എങ്കിലും വീഡിയോയിലാകുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ ഈ അറിവുകൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് അറിവുകൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എനിക്കും അറിയാൻ കഴിയും. ഞാൻ ഒരുപാട് പേര് കൃഷി ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്, പഴയ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അവലംബിക്കുന്നത്, വലിയ കൃഷിക്കാരൊക്കെ അവലംബിക്കുന്നത് രാസകീടനാശിനികളാണ് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഫലം ഉണ്ടാകുമെന്ന് വെച്ചാൽ അവരിങ്ങനെ ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാട് കീടനാശിനികൾ ഇപ്പോൾ പലരും ജൈവ കൃഷി എന്ന് പറഞ്ഞിരുന്നാൽ പോലും അവർ പേരിന് വേണ്ടിയിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനികൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ യഥാർത്ഥത്തിലുള്ള കൃഷി രീതികൾ കുറിച്ച് അറിയുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ കെമിക്കൽ ഫെസിലിറ്റി അതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഓരോന്നിനും ഓരോ രീതിയിൽ നമുക്ക് അതിനെ ചേർത്ത് നിർത്താൻ കഴിയും. അപ്പോൾ സ്യൂഡോമോണാസ് നമ്മുടെ പല കമ്പനിക്കാർ അവരുടെ രാസ കീടനാശിനികൾ ചിലവാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ജൈവ യാതൊരു പ്രശ്നവുമില്ലാത്ത സ്യൂഡോമോണോക്സ് അതുപോലുള്ള കുമിൾനാശിനി അങ്ങനെയൊക്കെയുള്ള മിത്ര ബാക്ടീരിയ അതിനെക്കുറിച്ചൊക്കെ വെറുതെ ആൾക്കാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. സ്യൂഡോമോണാക്സ് ഒക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ ബിവേറിയ ഇതൊക്കെ നമുക്ക് കർഷകർക്ക് വളരെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ വെറും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ളതാണെന്ന് കർഷകരും എല്ലാവരും ജൈവ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപയോഗപ്പെടും എന്നാണ് എൻ്റെ ധാരണ. കാര്യമെന്ന് വെച്ചാൽ ഈ കുരുടിപ്പ് മുളക് കൃഷി എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃഷിക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാര്യമാണ്. അത് പല രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഞാനും ഒരുപാട് പൈസ കാര്യം ഇതെങ്ങനെയാണ് ഇതിനെ ശരിയാക്കി എടുക്കുന്നത്, ഏത് മരുന്നാണ് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുളകൊക്കെ പറിച്ചെടുത്തിട്ട് ഞാൻ രാസകീടനാശിനി അപ്പോഴെല്ലാം ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്നുള്ളത്. പക്ഷേ അതെല്ലാം എനിക്ക് പരാജയമായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം പിന്നീട് മതിയാക്കിയിട്ട് ഞാൻ മുളക് കൃഷി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് അതിനുശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചതും അതിനെക്കുറിച്ച് ചിന്തിച്ച് അതെങ്ങനെ നമുക്ക് യാതൊരു വിഷാംശം ഇല്ലാത്ത രീതിയിൽ. കാര്യം മുളക് ചെടി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മുളകൊക്കെ പറിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് വീടുകളിൽ ഇപ്പം തന്നെ വല്ല മോര് വെള്ളം കുടിക്കാനാണെങ്കിലും പെട്ടെന്ന് വന്നിട്ട് ഒരു മുളക് ഞെരടി അതിലിട്ട് കഴിക്കുന്നു. അപ്പോൾ നമ്മളത് വിഷാംശം വരുന്നത് നമ്മുടെ ശരീരത്തിനാണ് ദോഷമുണ്ടാകുന്നത്. അപ്പോൾ അതിന് എങ്ങനെ നമുക്ക് നമ്മളെ കൃഷിക്കാർക്ക് അവർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പം ഒരു കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വെച്ചാൽ വരുന്ന ചിലവുകളാണ്. അപ്പോൾ അതിന് പരമാവധി ചിലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എൻ്റെ കൃഷി രീതിയിൽ ഞാൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പരമാവധി കൃഷി ചിലവ് കുറച്ചുകൊണ്ട് കർഷകർക്ക് ലാഭകരമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ വളരെ വിജയിച്ചു എന്ന് തന്നെ എനിക്ക് പറയാം. അതുപോലെ നിങ്ങൾ ഒരു വീട്ടിൽ കുമ്പളം കൃഷി ചെയ്യണം. അത് വളരെയേറെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഷുഗറിൻ്റെ അസുഖം ഉണ്ടാകത്തില്ല, അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ മെച്ചമാണ്. എല്ലാ രീതിയിലും സ്ത്രീകൾക്കും വളരെയേറെ ഉപയോഗമാണ്. അവർക്ക് അതുപോലെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്കായിരുന്നാലും വളരെ നല്ല ഗുണമുണ്ടാകുന്നതാണ്. ഒരു പീരീഡ്സിലൊക്കെ ഉണ്ടാകുന്ന പെയിൻസ് ഒന്നും വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് ഈ
കുമ്പളം എന്ന് പറഞ്ഞത്. അപ്പോൾ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും പെൺകുട്ടികൾക്കും എല്ലാം നല്ല പച്ചയ്ക്ക് നമ്മളതും വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കുന്ന കുമ്പളം ഈ പച്ചയ്ക്ക് 2-3 പീസ് ദിവസം കഴിക്കുന്ന വളരെ ഉപയോഗമാണ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അത് മനോരമ വീക്ക്ലി അതിൽ ഇടയ്ക്കൊക്കെ അതിൽ കുമ്പളത്തിൻ്റെ വിത്തുകൾ വെച്ച് വരണുണ്ട്. അത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മതി. അതിൽ കുമ്പളത്തിൻ്റെ വിത്ത് വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിച്ച് വളരെ വലുപ്പത്തിൽ 7-8 കിലോ വരെ വലിപ്പമുണ്ട്. അതിന് വേറെ വലുതായിട്ട് വളങ്ങളൊന്നും വേണ്ട. ചാണകമോ വല്ലോ ഇതുപോലെ കടല പിണ്ണാക്കിൻ്റെ ചാണകവും കൂടെ ഉള്ള മിശ്രിതം അത് ഒഴിക്കുക. പിന്നെ അതുപോലെ ഇടയ്ക്ക് നല്ല ഈ കോഴിവളമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ നനയാത്തതും പൂപ്പൽ ബാധ ഇല്ലാത്തതുമായിട്ടുള്ളത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെയാണ് ഈ വേപ്പ് പിണ്ണാക്ക്. ഏത് വളമായാലും നമ്മൾ ഒഴിക്കുന്ന വെള്ളമായിരുന്നാലും ഈ പൂപ്പൽ പിടിച്ചിട്ടുള്ളതോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെടികളിൽ ഉപയോഗിക്കാതിരിക്കുക. ചെടികളിലെ ഇലകളിലോ മറ്റുള്ളതിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ സൂഡോമോണോക്സോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബിവേറിയ നല്ലതാണ്. ബിവേറിയയും ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ കായ്ച്ച കെണികൾ ഫെറമോണിൻ്റെ കേക്ക് ഒക്കെ ഇതിൽ വെച്ചിട്ട് നമുക്കുണ്ടാക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ഞക്കെണി നിങ്ങൾക്ക് സ്ഥാപിക്കാം. കൃഷിയിടങ്ങളിലൊക്കെ മഞ്ഞക്കെണികൾ സ്ഥാപിച്ച് വെള്ളീച്ചകളെല്ലാം നിയന്ത്രിക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുകച്ചു കൊടുക്കുക. ഈ കൃഷിയിടങ്ങളിലൊക്കെ കരിയിലയോ മറ്റുപോലെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുകച്ചു കൊടുക്കുക. അപ്പോൾ കീടങ്ങളൊക്കെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ കഴിയും. അത് സാധാരണ എല്ലാവർക്കും കൃഷിക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മെത്തേഡും കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നല്ല ചൂടോടുകൂടി തന്നെ കോരിയെടുക്കുക. നമ്മൾ ഇതൊക്കെ കത്തിച്ചിട്ട് കുറച്ച് വെറും ഓലച്ചൂട്ട് മാത്രമല്ല, ചെറിയ വിറകിൻ്റെ നല്ല ഉണക്ക വിറകും കൂടെ അതിൽ കത്തിച്ചിട്ട് അതിൻ്റെ കനലും കൂടെ അതിലിട്ടിക്കുക. അപ്പോൾ ആ ഒരു ചെറിയ ചൂടും കൂടെ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനുശേഷം അതിൽ സ്റ്റീൽ പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൽ പറന്ന് ഇതിലെല്ലാത്തിലും ചെടികളിലൊക്കെ പിടിക്കുകയും ചെയ്യും. അതിലുള്ള ആ സ്പോട്ടിൽ തന്നെ അതെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ മുളക് ചെടിയിൽ ചാരം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാണാം. നമ്മൾ ഇത് ചാരം ഉണ്ടാക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ചൂട് നമ്മൾ ഈ ഓലയുടെയും ഇതെല്ലാം കൂടെ ഈ കൊതുമ്പ് ഇതെല്ലാം കൂടെ കരിച്ച് നല്ലൊരു ചാരം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ചാരം നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞത് ഇത് നമ്മൾ നല്ല ചൂട് ഇതുണ്ടോ തീ കത്തിച്ച ചാരമാണ്. ഈ ചാരം നമ്മൾ ഇതിങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മളിതിങ്ങനെ കോരിയെടുക്കുകയാണ്. വളരെ ഫലപ്രദമായിട്ടുള്ള, ഇതുവരെയ്ക്കും ആരും ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയ്ക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ വളരെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് വളരെ ഫലം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് യാതൊരു ചിലവുമില്ലാത്ത വളരെ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു മരുന്നാണ്. അതായത് കീടനാശിനി പോലെ ഉപയോഗിക്കാവുന്നുള്ള ഈ മുളകിൻ്റെ കുരുടിപ്പിനാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതൊരു സ്റ്റീൽ പാത്രത്തിലാണ് ഇട്ടേക്കുന്നത്, പഴയ ഒരു സ്റ്റീൽ പാത്രം. അപ്പോൾ അതിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് നല്ല ചൂടായിട്ടുള്ള, ഇതിൽ കനലും ഒക്കെ ഉണ്ട്, നല്ല ചൂട്. അപ്പോൾ ഇതുപോലെ ഒരു കാർട്ടൂണ്, അതായത് ഒരു ബേസ് ബോർഡിൻ്റെ ഒരു ഇത് നമ്മളിങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിനെ ഇങ്ങനെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഞാൻ എങ്ങനെയാണ് അതിൽ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ബാധിച്ചിരുന്ന മുളകാണ്, ഇതുപോലെ മുളക് ചെടിയാണ്. അപ്പോൾ ഇത് ഞാൻ പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് അല്ലാത്തത് നമ്മൾ കാർഷിക ഓഫീസിൽ അതുപോലെ തന്നെ കടകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് യാതൊരു വലുതായിട്ടുള്ള ഫലം ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറയുമെങ്കിൽ മാറുമെങ്കിലും വീണ്ടും അത് ബാധിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പല കർഷകരും ഇതുപോലെ ചെറിയ കൃഷിക്കാരായിരുന്നാലും അവർ ഇങ്ങനെ ചോദിച്ചിട്ട്, അപ്പോൾ അവർ
ഈ മുളക് ചെടി ഞാൻ കൃഷി ചെയ്യാറില്ല. ആ കൃഷി ചെയ്യാത്തതിൻ്റെ കാരണം ഇങ്ങനെ കുരുടിപ്പ് ബാധിച്ച് ചീത്തയാവുന്നു എന്ന് പറഞ്ഞിട്ട് നഷ്ടം വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പോൾ പല രീതിയിലുള്ള ഇത് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോഴാണ് പഴയ ആൾക്കാർ ഈ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഈ മണ്ടരി ബാധിച്ച തെങ്ങിൻ്റെ മണ്ട, പണ്ടൊക്കെ ഈ തേങ്ങ വെട്ടുകാർ മണ്ടയിൽ കയറിയിട്ട് അതെല്ലാം വൃത്തിയാക്കിയിട്ട് ചാരം, നല്ല ചൂട് ചാരം അതിൽ വിതറുക ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് അറിയാം. അപ്പോൾ അതുപോലെ ഞാൻ ഇതിൽ അങ്ങനെയാണ് ഒരു ആശ ഉദിച്ചത്. അപ്പോൾ ചൂടായിട്ടുള്ള നമ്മൾ നല്ല അടുപ്പിൽ നല്ല ചൂടാക്കി, അതായത് ഈ ഓല മറ്റുള്ള ഇതെല്ലാം കൂടെ കത്തിച്ച ഫ്രഷായിട്ടുള്ള ആ ചൂടോടുകൂടി ആ ചാര ഇതുപോലെ പാത്രത്തിലെടുത്ത് അതിന് ശേഷം നമ്മൾ ഒരു കാർട്ടൂൺ ഇതുപോലെ ഒരു റൗണ്ടിന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെടിക്ക് നേരെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ള കാര്യം, വളരെ സിമ്പിളാണ്. കണ്ടോ, ഈ ഇതിൻ്റെ പുകയും പൊടിയും കൂടെ ഈ ചെടിയിലേക്ക് കത്തി പിടിക്കുകയും ഇതിലുള്ള വെള്ളീച്ച അതുപോലെ മറ്റുള്ള കീടങ്ങളെല്ലാം നശിക്കും. അതുപോലെ മണ്ടരി, ഇലപ്പേന് എല്ലാം നശിച്ച് അതിൻ്റെ മുട്ട പോലും അത് നശിച്ചു പോകുന്ന രീതിയിലാണ്. ഇപ്പോൾ നല്ല കിളിർത്ത് നിൽക്കുന്നുണ്ടോ. നേരത്തെ എല്ലാം ഇത് കുരുടിപ്പൊക്കെ ബാധിച്ച് ഇരുന്ന ചെടിയാണ്. ഇതിൽ വേറെ ഒരു മരുന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. നേരത്തെ പല മരുന്നുകൾ ഉപയോഗിച്ച് പരാജയപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ ആദ്യത്തെ ഇലയാണ്. കുരുടിച്ചിരിക്കുന്നുണ്ടോ. ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ വന്ന എല്ലാം നല്ല തെളുത്ത ഇലകളാണ്. അപ്പോൾ ഇത് പലരും പല വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേറെ രീതിയിലാണ്, പക്ഷേ അത് നമ്മൾ ചില ഭാഗത്ത് അത് ഫലിക്കുമെങ്കിലും ഈ തിരുവനന്തപുരം ഇങ്ങോട്ടൊക്കെ വളരെ ആക്രമണമാണ്. കുരുടിപ്പ് വളരെ രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞങ്ങളുടേത്. അപ്പോൾ ഇവിടെ സാധാരണ ഉള്ള പല മരുന്നുകളും ഞാൻ ഉപയോഗിച്ച് പരാജയപ്പെട്ടു. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടത്തക്ക രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെയുള്ള ഇത് നമുക്ക് വേറെ ചിലവൊന്നുമില്ല. വീട്ടിലൊക്കെ ഉള്ള വീട്ടമ്മമാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും മുളക് നമുക്ക് ആവശ്യമാണ്. ഒരു വീട്ടിൽ ഏറ്റവും ഒഴിച്ചിടാനാവാത്ത സംഭവമാണ്. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഇത് വെക്കണമെന്നുമില്ല, അത് മാറ്റിയാലും കുഴപ്പമില്ല. ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഇതിൻ്റെ പൊടിയും പുകയും ഈ ചാരം എല്ലാം ചെടിയിലങ്ങ് ഇടിച്ചോളും. നമുക്ക് ഈ വഴുതന ചെടിയിലും കൂടെ അതുപോലെ ചെയ്തു കൊടുക്കാം. മുളകിലാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. എനിക്ക് വളരെ സന്തോഷമാണ്. കാര്യം ഞാൻ പല മരുന്നുകളും ഉപയോഗിച്ച് പരാജയപ്പെട്ടെടുത്താണ് ഇത് വളരെ 100% ഇത് സക്സസ് ആയിട്ട് വരുന്നത്. വേണ്ട തെളിയുടെ ഇലകൾ കിളിർത്ത് വരുന്നുണ്ടോ. ഏതൊരു കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊക്കെ പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് തൽക്കാലത്തേക്ക് അത് ഉപയോഗപ്പെടുമെങ്കിലും നമുക്കത് എപ്പോഴും അത് വിജയിക്കണമെന്നില്ല. ഒരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ അല്ലാത്ത ചില സമയത്ത് രൂക്ഷമായിരിക്കണം ഈ കീടങ്ങൾ രൂക്ഷമായിട്ടുള്ള സമയങ്ങളിൽ അത് ഫലപ്രദമല്ല. ഇപ്പോൾ വേണ്ട എല്ലാം കിളിരില നല്ല ഇലകൾ കിളിർത്ത് വന്നിരിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ചെയ്തത്. ഞാൻ പല മരുന്ന് ഉപയോഗിച്ച് പരാജയപ്പെട്ടതാണ്. വളരെ സക്സസ് ആയിട്ട് നിങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം.
ഇത് മുളക് ചെടിക്ക് മാത്രമല്ല, വെണ്ട, പാവല്, അതുപോലെ വഴുതന, ഇതിനെല്ലാം ഞാൻ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. വളരെ ഉപയോഗപ്രദമാണ്. ഇതിലൊക്കെ കിളുന്ന നല്ല ഇലകൾ കിളിർത്ത് വരിക. എന്താ ഇതെല്ലാം കുരുടിച്ചൊരു പരിവായി നിന്നാണ്. കേട്ടോ, ഇതൊക്കെ കുരുടിപ്പ് ബാധിച്ച് നിന്ന ഇലകളാണ്. ഇപ്പം നല്ല കിളിർത്ത് വരുന്നുണ്ട്. നല്ല പൂക്കളൊക്കെ വരുന്നുണ്ട്. വളരെ സക്സസ്ഫുള്ളാണ്. ഒരു ചെറിയ രീതിയിലുള്ളവർക്ക് ആയിരുന്നാലും ഇപ്പോൾ മരുന്ന് സ്പ്രേ ചെയ്യുന്നതിൻ്റെ സമയം പോലും വേണ്ട. നമുക്ക് ഇങ്ങനെ പാത്രത്തിലെടുത്തിട്ട് മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ പൊടി ഇങ്ങനെ വരും, എല്ലാം നശിക്കും എന്നുള്ളതാണ്. ചെടിക്ക് വളരെ വേണ്ടേ, ചാരമൊന്നും ഡയറക്റ്റായിട്ട് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ചാരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ മൂടും, പിന്നെ അതിന് ഇത് വലിച്ചെടുക്കാൻ കഴിയാതെ വരും വായുവൊന്നും. അപ്പോൾ അത് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മാത്രമല്ല, ഇത് അല്പം പോലും ഒരു കീടബാധ ഉണ്ടാകത്തില്ല. നല്ല ഫ്രഷായിട്ട് നല്ല രീതിയിൽ കിളിർത്ത് വരും. അപ്പോൾ എനിക്കിത് എത്രയും നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ്. കാര്യം എനിക്ക് അനുഭവത്തിൽ വളരെ 100% വിജയം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് വീഡിയോ ചെയ്യാതിരുന്നു. പലരും പറയാറുണ്ട് വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന്. അപ്പോൾ പലരും ഒരു ബിസിനസ് ഉണ്ട് എനിക്ക്. അപ്പോൾ കടയിൽ വരുമ്പോഴത്തേക്ക് ഞാൻ വിത്തൊക്കെ സൗജന്യമായിട്ട് പലരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഓരോ സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ മുളക് ചെടിയിലാണ് കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നത്. ഇത് വഴുതനയാണ്. അതുകൊണ്ട് ഇപ്പം നട്ട് കുറച്ച് നാളൊക്കെ ആയതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വഴുതന ഞാൻ നട്ടിട്ടുണ്ട്. അതിലും ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇത് വളരെ സക്സസ്ഫുൾ. യാതൊരു കീടബാധയോ ഒന്നും തന്നെ ഇല്ല ഇലകൾക്ക്. നമ്മൾ മൂക്കിൽ എന്തെങ്കിലും മാസ്കും കൂടെ ധരിക്കണം, ഈ പൊടി മൂക്കിലോട്ട് കയറാതിരിക്കുന്നു. എങ്കിലും മുളകിലാണ് ഏറ്റവും വളരെ ഉപയോഗപ്പെടുന്നത്. നിങ്ങളിത് പരീക്ഷിച്ചിട്ട് പിന്നെ അഭിപ്രായങ്ങൾ പറയുക, എഴുതി അറിയിക്കുക. അപ്പോൾ ഈ വിദ്യ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിലൊന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് വില കൊടുത്ത് 350 രൂപ വരെ ചെറിയൊരു ബോട്ടിലിന് കെമിക്കൽ മരുന്നുകൾക്ക് വിലയുണ്ട്. അപ്പോൾ ആ സ്ഥാനത്താണ് നമുക്ക് 0 ബഡ്ജറ്റ്, യാതൊരു ചിലവുമില്ലാത്ത നല്ല ചാരം, അത് തന്നെയാണ് പഴമക്കാർ മരുന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇനി ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ കുരുടിപ്പ് ബാധിച്ച ഇതിലൊക്കെ തെളിരിലകൾ താണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കുരുടിപ്പ് ബാധിച്ച ഇലകളാണ് ഇതൊക്കെ. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം നല്ല തെളിരിലകൾ ഇതാ വന്നിരിക്കുന്നു. വേണ്ടേ, അതുപോലെ ഇത് നല്ല കുരുടിച്ച് കണ്ട, നിങ്ങൾ കണ്ടാൽ അറിയാം ഒരുപാട് കുരുടിപ്പ് ബാധിച്ചു. പക്ഷേ ഇതിലും കണ്ട ഇലകൾ, പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. നല്ല നമ്മൾ മരുന്നുകൾ ഇതാണ്ട, ഇതൊക്കെ നല്ല മുളകുകളുണ്ട്. മരുന്നുകൾ യൂസ് ചെയ്യുന്ന അത്രയും സമയം പോലും വേണ്ട നമുക്കിതിങ്ങനെ ജസ്റ്റ് ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. പിന്നീട് 2-3 തവണ ഉപയോഗിച്ചതിന് ശേഷം ആഴ്ചയിൽ 1 ദിവസം ആക്കാം. നിങ്ങൾക്ക് സമയമുള്ളപ്പോഴത്തേക്കും ഞായറാഴ്ച ദിവസമോ അങ്ങനെയൊക്കെ മതി. വേണ്ട, നല്ല ഇതിൽ പിടിക്കും, ഇലകളിലൊക്കെ പിടിച്ചിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ആ ഒരു ചെറിയ ചൂടോട് കൂടിയുള്ള അതിൽ അതെല്ലാം നശിക്കും.
അതിലുള്ള ഇലപ്പേന്, മണ്ടരി, വെള്ളീച്ച എല്ലാം നശിച്ചു പോകും. മറ്റുള്ള കീടങ്ങളും വളരെ മഴവെള്ളം സ്റ്റോർ ചെയ്ത് ടാങ്കിലാക്കിയിട്ട് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ വെള്ളം നമുക്ക് ലാഭിക്കാം. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം നേരെ ടാങ്കിൽ, ഇത് പഴയ ടാങ്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാര്യം ഇപ്പോൾ വെള്ള ടാങ്കൊക്കെ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഴയ ടാങ്കൊക്കെ പലരും വിളക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു നമുക്ക് വെള്ളം ഒരുപാട് വെള്ളം ലാഭിക്കാം. മഴവെള്ളം പരമാവധി നമുക്ക് ഉപയോഗിക്കാം കൃഷിക്കാർക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ കൃഷിക്കാർക്കും, ഇപ്പോൾ ചെറിയ കൃഷിയായിരുന്നാലും വലിയ കൃഷിക്കാർക്കും ഉപയോഗപ്പെടുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് എനിക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഉള്ള ഉപാധിയല്ല. ഞാൻ കൃഷിക്കാരെ പരമാവധി സഹായിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി സഹകരിക്കുക. നിങ്ങളുടെ അറിവുകൾ ഞാനുമായിട്ട് പങ്കുവയ്ക്കുക. അതെനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാനത് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ ഇടുന്നവരെ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.